ഇപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാനൊരു സിനിമയുടെ ഒപ്പീനിയൻ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമ കണ്ട് കഴിയുമ്പോൾ എന്താണ് ആ സിനിമ എന്നിൽ തന്നത്, എന്തെങ്കിലും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു എൻ്റെ മൈൻഡ് അതുപോലെ ഞാൻ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആ സിനിമയെ വീട്ടിൽ വന്ന് ആലോചിച്ചിട്ട് എൻ്റെ നെഗറ്റീവും പോസിറ്റീവ്സും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ആധികാരികമായിട്ടുള്ള ഒരു റിവ്യൂ ഒന്നും അല്ല ഞാൻ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സിനിമകളുടെയും ആദ്യത്തെ, അതായത് ഇപ്പോൾ ഇവിടെ ഇത്രയും സൂപ്പർ ഹിറ്റായ ഒട്ടുമിക്ക സിനിമകളുടെയും ആദ്യത്തെ ഒപ്പീനിയൻ മിക്കവാറും നിങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞിട്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ. കുറേ പേരൊക്കെ ഈ സിനിമയുടെ ഒരു ആദ്യത്തെ ഇമ്പ്രഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ബുക്ക് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ വന്ന് വീണ തല ചിലപ്പോൾ എൻ്റെതായിരിക്കും. മിക്കവാറും തുടരും സിനിമയ്ക്കും അത് തന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക. എന്നിരുന്നാലും ഞാൻ അങ്ങനെ പറയുമെങ്കിലും ഒരു 95% ഏറെക്കുറെ അതിൻ്റെ ആൾക്കാരുടെ റെസ്പോൺസ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ബോക്സ് ഓഫീസ് പ്രകടനമാണെങ്കിലും അത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്നെക്കുറിച്ച്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അതൊന്നുമല്ല. ഈ തുടരും സിനിമ കണ്ടപ്പോൾ ഞാനിങ്ങനെ എന്തൊക്കെ പറയണം, എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കും. കാരണം നമുക്ക് ആലോചിക്കാനും സ്ക്രിപ്റ്റ് ചെയ്യാനൊന്നും നമ്മൾ അധികം സമയം എടുക്കാറില്ലല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഒരു മണിക്കൂർ എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്, എന്താണ് സ്കോർ ഇട്ടിരിക്കുന്നത്, എന്തൊക്കെയാണ്, ഇതൊന്നും എനിക്ക് എൻ്റെ ചിന്തയിൽ പോയില്ല. തുടർ സിനിമയിൽ ഞാനിങ്ങനെ വാ പോയ കോടാലി പോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കിളിയും പോയി, മൈൻഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിട്ട് ഈ സിനിമ എന്നെ അങ്ങ് പിടിച്ചെടുത്തോണ്ടങ്ങ് പോയത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവസാനത്തെ ഒരു മണിക്കൂർ എങ്ങനെ തീർന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകി അങ്ങനെ കണ്ടു തീർത്ത് ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ അഭിപ്രായം നമുക്ക് അവിടെ ആ സീൻ അത് അങ്ങനെ പറയാൻ പറ്റത്തില്ലായിരുന്നു എനിക്ക്. അത് ഞാൻ വന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പറഞ്ഞതിനൊക്കെ ഒരുപാട് നാക്ക് പിഴകളുണ്ട്, സ്പെല്ലിങ് വാക്കുകളൊക്കെ തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ട്, ഗ്രാമറൊന്നും എനിക്കറിയാം. ഞാൻ പിന്നെ വേണ്ട, ഈ സിനിമയ്ക്ക് ഇത് മതി. ഈ സിനിമ ഇത് ഞാൻ അത് ഓപ്പണായിട്ട് സംസാരിക്കുന്നതാണ്. ഈ സിനിമ എന്നെ തന്ന സാധനം അത് അതുപോലെ എക്സൈറ്റ്മെൻറ്റ് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ തെറ്റ് വരാം, ഐ ഡോണ്ട് കെയർ. അങ്ങനിപ്പോൾ ഒരുപാട് പേര് മിക്കവരും ഈ ഒപ്പീനിയൻ പറഞ്ഞ എല്ലാവരും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. അശ്വന്ത് നോക്ക് കാറിലൊക്കെ ഇരുന്നാണ് ചെയ്തത്. ഒരു സിംഗിൾ ഷോട്ട് സാധനമായിരുന്നു. അതാണ് ഈ പടം കണ്ടിറങ്ങുമ്പം നമുക്ക് കിട്ടിയ ഒരു സാധനം. എന്തായാലും വീണ്ടും ആ സിനിമ കാണുമെന്ന് ഉറപ്പായിരുന്നു. രണ്ടാമത് വീണ്ടും ഈ സിനിമ കണ്ട് ഇപ്പോഴാണ് സിനിമ എന്ന നിലയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ആസ്വദിച്ച് ഈ സിനിമ കാണാൻ സാധിച്ചത്. ആദ്യത്തിൽ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കിളിപോയ പരിപാടിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ എന്തൊക്കെ കൊണ്ടാണ് ഈ സിനിമ ഇത്രയും നന്നായത്, മനോഹരമായത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പം ഇതിൽ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് കേട്ടോ ഈ സിനിമ, കംപ്ലീറ്റ് പാക്കേജ്. ഇപ്പോൾ ദൃശ്യ സിനിമ എടുത്താൽ പോലും ദൃശ്യ സിനിമയിൽ ഉണ്ട് സീറ്റഡ്ജ് ത്രില്ല് പരിപാടി ഇതുണ്ട്. പക്ഷേ നമുക്കവിടെ ഒരു ഫൈറ്റ് മാസ് അങ്ങനെ സാധനം ഇല്ല. അതും കൂടി ഈ സിനിമ തന്നിട്ടുണ്ടെന്നാണ്. ഇതിൽ കോമഡി ഉണ്ട്, ഇമോഷൻസ്, ഫാമിലി ഇമോഷൻസ് ഗംഭീരമായിട്ടുണ്ട്, ഗംഭീര പെർഫോമൻസ്. ഇപ്പോൾ ഇതുപോലത്തെ സിനിമ വരുമ്പം മോഹൻലാൽ നായകനായിട്ടുള്ള ഒരു നല്ല സ്ക്രിപ്റ്റിൽ വന്ന് അഭിനയിച്ച ഒരു സിനിമ എന്നുള്ളത് പലയിടത്തും പല സിനിമകളും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് മോഹൻലാൽ എന്നൊരു ഫാക്ടറുണ്ട് ഈ സിനിമയിൽ. അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുണ്ട്. സ്റ്റാർ എന്നതിനപ്പുറം ആക്ടർ എന്ന നിലയ്ക്ക് അയാൾക്ക് ഇടാൻ ഈ സിനിമയിലുണ്ട്, ഒരുപാട് സ്പേസ് ഉണ്ട്. ഇപ്പോൾ അത്രയും വലിയൊരു മാസ സംഭവം വരുമ്പോഴേക്കും അതിൽ ആക്ടിങ്ങിന് വലിയ സംഭവം കാണൂല. പക്ഷേ ഈ സിനിമയിൽ അതുകൊണ്ട് ഫൈറ്റുണ്ട്, ഗൂസ് ബംസ് ഉണ്ട്, നല്ല ടെക്നിക്കൽ ക്വാളിറ്റി ഉണ്ട്, എല്ലാം നിറഞ്ഞ ഒരു ഗംഭീര സദ്യ നമ്മൾ എങ്ങനെ കഴിക്കും, ആ ഒരു ട്രീറ്റാണ് തുടരും എന്നുള്ളൊരു സിനിമ തരുൺമൂർത്തി ചെയ്തു വച്ചിരിക്കുന്നത്. ഈ സിനിമേൻ്റെ ഇപ്പോൾ രണ്ടാമത് ഞാൻ കണ്ടപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരുപാട് ബ്രില്യൻസ്, ഒരുപാട് സാധനങ്ങൾ ഇയാൾ ചെയ്തു പോയിട്ടുണ്ട്. അതാണ് നമുക്ക് അത്രയും അത് എഫക്റ്റീവായിട്ട് വർക്കാവുന്നത്. അല്ല, സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഞാൻ അതിലേക്ക് പോകും മുമ്പ് ഞാൻ പറയാം, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ സിനിമ കണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്ടേ. നിങ്ങൾ കാണാത്തവർ വന്നിരുന്നത് കാണരുത്. ഞാനിതിൽ കുറേ സ്പോയിലേഴ്സ് പറയും. ഞാൻ ഇവിടെ മണ്ടയിൽ ഒരു സ്പോയിലർ വാണിംഗും കൂടി വെച്ചിട്ടുണ്ട്. ഞാനത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് പറയാൻ വേണ്ടത്. എനിക്ക് അന്ന് ഈ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം കണ്ട ഇമ്പ്രഷൻ ഷെയർ ചെയ്യുക എന്നുള്ള ഇത് മാത്രമേ ഉണ്ടാകുള്ളൂ. ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി അനലൈസ് ചെയ്ത് ഈ സിനിമയെക്കുറിച്ച് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം തുടർന്ന് ഇങ്ങോട്ട് കാണുക. നമുക്ക് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലും ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നത്, ഇത് നമുക്ക് നോക്കുമ്പോഴേക്ക് ഒരു റിവെഞ്ച് സ്റ്റോറി. പക്ഷെ അത് എങ്ങനെ അവതരിപ്പിച്ചു എന്നതിലാണ് അതിലൊരു പുതുമ വരുന്നത്. ഒരേ സമയം സസ്പെൻസും ത്രില്ലിങ്ങും ഒരു സൈഡിൽ കൂടി പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി തന്നെ മാസ് സീൻസും ഇമോഷൻസും കൂടി ബ്ലെൻഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു അതിഗംഭീര കാഴ്ചയാണ് ഇതിൻ്റെ അവസാനത്തെ 1 മണിക്കൂർ തന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് മോശമൊന്നുമല്ല, അവസാനത്തെ 1 മണിക്കൂർ എനിക്ക് സ്പെഷ്യലാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയെക്കുറിച്ച് പറയാനുണ്ട്. തുടരും എന്നുള്ള ടൈറ്റിൽ, ഫസ്റ്റ് തുടരും എന്നുള്ള ടൈറ്റിൽ കാണിക്കുന്നത് 2 ആനകളും 2 കുട്ടി ആനകളും ചേർന്ന ഒരു കുടുംബം ഇങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ഒരു ഫ്രെയിം കാണിച്ചിട്ട് കൂടെ തുടരും. അതിൽ വേറെ പാച്ച് വർക്ക്സ് ഒന്നുമില്ല.
കാണിച്ച്, അതായത് സന്തോഷമായിട്ടുള്ളൊരു ഫാമിലി പോവുകയാണ് എന്ന് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലിന് പകരം തുടരും എന്നാണ് ഇത് കാണിക്കുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പൊങ്ങി വരും. കാരണം അപ്പോഴേക്കും അവിടെ ആ കുടുംബത്തിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, കുടുംബത്തിന് രക്തച്ചൊരിച്ചിലുണ്ടായിട്ടുണ്ട്. ആ ഒരു സിംബോളിക്കായിട്ട് അത് കാണിച്ചതാണ് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത്. ഇന്ന് അവസാനത്തെ തുടരും കാണിച്ചത്, അതായത് മോഹൻലാൽ തുടരും എന്ന് കാണിക്കുമ്പോഴേക്കും അവിടെ ഈ മുറിവുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളിനി എന്തായാലും രണ്ടാമത് കാണുകയാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക. അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് അത് സിനിമയായിട്ട് ചേർന്ന് അതിൻ്റെ ടൈറ്റിൽ കൊണ്ടുപോയിരിക്കുന്നത്. ഇനിയിപ്പം മോഹൻലാൽ തുടരും എന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാണെങ്കിലും അണ്ണ ഇവിടെ തന്നെ ഉണ്ടെന്ന് സൂചിപ്പിച്ചത് ആ രീതിയിലാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചത് എടുക്കാം. അങ്ങനെ ഇതിൻ്റെ ഫസ്റ്റത്തെ പാട്ട് പോകുന്നുണ്ടല്ലോ, മിഴിയോരം, ഈ പാട്ട് കാണിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചത് പഴയ വിൻറ്റേജ് മോഹൻലാലിൻ്റെ ഫോട്ടോയൊക്കെ ഇട്ടിട്ട് ചുമ്മാ പഴയ അയാൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫോട്ടോ ഇട്ട് പോയതാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ല, അവർ അതിൽ മെയിനായിട്ട് സിനിമയുടെ പ്ലോട്ട് അയാളുടെ ഫ്ലാഷ് ബാക്കിലുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടുത്തി അയാൾ എന്താണ് ജോലിയിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫോട്ടോസ്, അതുപോലെ ഫാമിലി എങ്ങനെയാണ് ബിൽഡായി വലുതായി വരുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് തന്നെ ചെയ്തിരിക്കുന്നത്. അതിൽ മിക്ക ഫോട്ടോയിലും ലാലേട്ടൻ്റെ ഒരു ചിരിയുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് കുറേ ഫോട്ടോകൾ ഈ ഒരൊറ്റ ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്ത് വിട്ടിരിക്കുന്നത്. നമ്മൾ രണ്ടാം ശ്രദ്ധിച്ച് നോക്കുമ്പം അത് അറിയാൻ പറ്റും. മലം കെട്ട് റെഫറൻസ് വരുന്നത്, മലം കെട്ട് ഇതൊക്കെ ആരുടെ ഉണ്ടാക്കിയതെന്നുള്ളത് ഫുള്ളായിട്ട് പറഞ്ഞില്ല. ഇത് ആരുടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ. അശ്വന്ത് നോക്കിന് ഉദ്ദേശിച്ച് പറഞ്ഞാണ്. എന്തായാലും പുള്ളിക്ക് ഭയങ്കര പ്രൗഡായി കാണും ഇതൊക്കെ കാണുമ്പോൾ. കൺമണിപ്പൂവെ പാട്ട് വരുന്ന സമയത്ത് ഒരുപാട് ഫ്രെയിംസ് പറ കാണിച്ചു പോകുന്നുണ്ട്. നമ്മൾ ആദ്യം കാണുമ്പോൾ എല്ലാം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. രണ്ടാമത് നമ്മൾ നിർത്തി സമാധാനമായിട്ട് ശ്രദ്ധിച്ച് നോക്കും, ഒരുപാട് കിടിലൻ മൊമെൻറ്റ്സ് ആ സിനിമയിലുണ്ട്, ആ പാട്ടിലുണ്ട്. അതിൽ തന്നെ ഈ ചാക്കെടുത്ത് ലാലേട്ടൻ ആ ഡിക്കിക്കകത്തിടുന്നത് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ഒരു കാലഘട്ടം മൊത്തം ഒരു സിനിമയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ഫൈറ്റ് മാസ്റ്ററായിട്ട്, അതായത് സിനിമയിലെ പിന്നണി പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു ജീവിതം ഒരു സൈഡിൽ കൂടി ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അവർ ഇത്രയും കാലം വർക്ക് ചെയ്ത് ഇത്രയും സിനിമകളിൽ അവർ ഭാഗമായിട്ടും ലാസ്റ്റ് ആ മനുഷ്യന് ഒരു ലക്ഷറീസ് ലൈഫൊന്നുമില്ല. അയാൾ സംസ്കരിക്കാൻ സമയത്ത് വേറെ ബന്ധുക്കളോ കാര്യങ്ങളോ, കാരണം ചെറുതിലെ തന്നെ കുടുംബമൊക്കെ വിട്ട് സിനിമയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചവരായിരിക്കാം. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ ജീവിതം അതിൻ്റെ ഇടയിൽ കൂടി കാണിച്ചു പോകുന്നുണ്ട്. അവിടെ ഇളവരസ് എന്നുള്ള ഒരു കഥാപാത്രം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ഒരു പൂച്ച വന്ന് വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണാം. അത് ചുമ്മാ തള്ളി വെറുതെ ഇട്ടല്ലടാ, അത് പൂച്ചകളുള്ള വീട്ടിലുള്ള ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ പൂച്ചയ്ക്ക് 2-3 ദിവസം സെഡായിരിക്കും പൂച്ച. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, എൻ്റെ വീട്ടിൽ നടന്നതാണ്. പൂച്ച അങ്ങനെ ഒരു ഭയങ്കര ഒരു വിഷമം, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പൂച്ചയൊക്കെ കൂടുതലായിരിക്കും. പട്ടിയൊക്കെ അങ്ങനെ തന്നെ. ഈ സിനിമയിൽ ഈ മൃഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, ഈ പട്ടിയുടെ കേസുണ്ടല്ലോ, പട്ടി 1-2 ഇടത്ത് കുറയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ സിനിമയിലെ പട്ടി എവിടെയൊക്കെ കുറയ്ക്കുന്നോ അവിടെ എല്ലാം ഓരോ സൂചന കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ ചെറുക്കനും ആ പട്ടിയായിട്ടുള്ള ഇമോഷൻസ് അറ്റാച്ച്മെൻറ്റ് അത്രയുണ്ട്. എസ്പെഷ്യലി ഈ ചെറുക്കൻ മഴയത്ത് പിടിച്ചുകൊണ്ടുവന്ന പട്ടി ആയിരിക്കണം വളർന്നു വന്ന് ആ വീട്ടിലുള്ള വലിയ പട്ടി, കറുപ്പല്ല മറ്റേ പട്ടി. അപ്പോൾ ഓരോ സാഹചര്യത്തിൽ ചെറുക്കൻ്റെ സാന്നിധ്യം വരുമ്പോഴും ഈ പട്ടി കുറയ്ക്കുന്നുണ്ട്. ലാലേട്ടൻ ആദ്യം ബൈക്കെടുത്ത് പോകുന്ന സമയത്ത് ഈ പട്ടി കുറച്ചുകൊണ്ട് പുറകെ പോകുന്നുണ്ട്. അതുപോലെ ആനയുടെ കുടുംബം നഷ്ടപ്പെട്ട് ആന ഒറ്റയാനായിട്ട് നടക്കുന്നത്, അങ്ങനെ കുറേ കണക്ഷൻസ്, ഞാൻ പറഞ്ഞ പൂച്ച കണക്ഷൻസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ മൃഗങ്ങളെ വെച്ചിട്ട് സിംബോളിക്കായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് ഇയാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് ബെന്നി വലിച്ചൂരുന്ന സീന് നേരത്തെ തന്നെ കാണിക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അർജുൻ അശോകനെ പ്ലേസ് ചെയ്തത്, അർജുൻ അശോകൻ എന്തിനിടെ ഈ ഒരു ചെറിയ റോൾ കൊടുത്തതെന്ന് ആലോചിക്കും. അങ്ങനെയല്ല, അർജുൻ അശോകനെ പോലത്തെ ഒരാൾ അവിടെ വരുമ്പോൾ അതിനേശം ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് ആരാണ് കൊല്ലപ്പെട്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തൊരു കഥാപാത്രമുണ്ട്. അതാണ് ഇയാളുടെ ഈ ട്രിക്ക് പരിപാടി. അർജുൻ അശോകനെ പോലെ ഒരാളെ ഈ ഒരു സാധനത്തിൽ ചുമ്മാ എടുത്തിടേണ്ട കാര്യമില്ല എന്നൊരു തോട്ട് ചിലപ്പോൾ ചിലർക്ക് പോകും. അതുമാത്രമല്ല, മോഹൻലാൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതും കാണിക്കുന്നുണ്ട്, ഒരു ചൊറിച്ചിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മേ ബി ഇത് അർജുൻ അശോകൻ ആയിരിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഓർമ്മിക്കാതെ ഒപ്പീനിയനിൽ പറയുകയും ചെയ്തു അർജുൻ അശോകൻ കുറച്ചേ ഉള്ളൂ. അത് പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴാണ് അത് ചിലപ്പം ചിലർക്ക് സ്പോയിലറായി പോയേക്കാം എന്ന് എനിക്ക് തോന്നിയത്. ഇനി അങ്ങനെ വരുന്ന അബദ്ധങ്ങളൊക്കെ ഞാൻ മാറ്റി വയ്ക്കാൻ മാക്സിമം ശ്രമിക്കാം. പിന്നെ നമ്മുടെ അന്തരിച്ചുപോയ എഡിറ്റർ നിഷാദ് യൂസഫ്, ലാലേട്ടൻ കാറിനുള്ളിൽ കാട്ടിനകത്ത് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒരു ലോറിക്കാരൻ പാസ് ചെയ്ത് പോകുമ്പോൾ ദിനേശ് പ്രഭാകർ ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ ഓടക്കണ സീനുണ്ടല്ലോ, ആ വണ്ടി ഓടിച്ചിരുന്ന ആദ്യം കാണിക്കുന്ന ഡ്രൈവർ അത് നിഷാദ് യൂസഫാണ്. പിന്നെ ഇതുപോലെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഓരോ വിഷയം നടക്കുമ്പോഴേക്കും അതങ്ങനെ ലോജിക്കലി അപ്ലൈ ആവും. അവിടെ ഒന്ന് വെള്ളരിക്കപ്പെടണം, CCTV ഒന്നും ഇല്ലേ എന്നൊക്കെ ആൾക്കാർക്ക് ചോദിക്കാം. പക്ഷേ ആ തുടക്കത്തിലുള്ള ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് അവിടെ CCTV ഇല്ലായിരുന്നെന്നും പിന്നീട് CCTV ഫിക്സ് ചെയ്യുന്നതും വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുകയും ചെയ്യണത്, നീ തുളച്ച് പോലീസുകാരുടെ നെഞ്ചത്ത് തന്നെ തുളയ്ക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് CCTV അവിടെ വന്നത്. മുമ്പേ നടന്ന കാര്യങ്ങളൊന്നും CCTVയിലൊന്നും ഇല്ല. പിന്നീട് രണ്ടാം നടക്കുന്ന മെയിൻ ഇൻസിഡൻറ്റിന് മുമ്പേ ബിനു പപ്പു CCTV ഓഫ് ചെയ്തിരുന്നതും കാണുന്നുണ്ട്. ഷൺമുഖൻ റിവഞ്ച് തുടങ്ങിയത് കമ്പത്ത് ഒരു ലോഡ്ജ് മുറിയിൽ വെച്ചാണ്. എന്തിനാണ് കമ്പത്ത് പോയത്? കമ്പുമായിട്ട് എന്താണ് കണക്ഷൻ? കമ്പുമായിട്ട് കണക്ഷൻ ഉണ്ട്.
ഷൺമുഖൻ്റെ അച്ഛൻ്റെ സ്ഥലം കമ്പമാണ് സിനിമയിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മേ ബി അവിടെ ലോക്കലി ഒരു കണക്ഷൻ ഷൺമുഖൻ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ആ പ്ലേസിനെ തിരഞ്ഞെടുത്തത്. ഈ കമ്പത്തേക്ക് നമ്മുടെ ജോർജ് സാറ് വരുന്ന സമയത്ത് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഒരു മരണ ഘോഷയാത്രയാണ് നടക്കുന്നത്. അതായത് അവിടെ വന്നപ്പോൾ തന്നെ മരണമാണ് അവനെ വരവേറ്റതെന്നുള്ള ഒരു സിംബോളിക്കായിട്ട് കാണിച്ച ഒരു സംഭവമുണ്ട്. ജോർജ് സാറിൻ്റെ കാര്യം പറയുമ്പം ഈ മനുഷ്യൻ വില്ലനാണെന്ന് പുറത്ത് ആദ്യം തുടക്കമൊന്നും കാണിക്കില്ലല്ലോ, ചിരിച്ച് സൗമ്യനായിട്ടല്ലേ കാണിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വില്ലൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെ വേണം വില്ലൻ, ഇതാണ് വില്ലൻ, പഴയ വർഗീസിനെ പോലത്തെ വില്ലൻ എന്നൊക്കെ പറഞ്ഞത് എനിക്കുണ്ടായിരുന്നു. പക്ഷേ വില്ലൻ എന്നുള്ള ടേം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്പോയിലർ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പുള്ളി നന്നായിട്ടുണ്ട്, നല്ല ആട് ഡയറക്ടറാണ്, ഫ്രഷ് ഫേസ് ആണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ പുള്ളി ഒരു രക്ഷയില്ലടേ, ഇത് അഴിഞ്ഞാടിയിട്ടുണ്ട് പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത്. പുള്ളിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവനെ അങ്ങേയറ്റി തീർത്തങ്ങ് വിടും. അതാണ് അവൻ്റെ ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകത. ചെറുക്കൻ്റെ മരണ വാർത്ത അറിയുന്ന അമ്മയും പെങ്ങളും കിടന്ന് തലതല്ലി കരയുന്നത് കണ്ട് ഇയാൾ ചിരിക്കുകയാണ്, ഒരു ഡബിളിഷ് ചിരിയുണ്ട്. എന്നിട്ട് എന്ത് ചെയ്ത് ആ ചെറുക്കനെ മരണത്തിനപ്പുറവും ഒരു പേര് ദേഷ്യം കേൾപ്പിച്ച് ഫാമിലി മൊത്തത്തിന് ചീത്ത പേര് കേൾപ്പിച്ച് അതിൻ്റെ അങ്ങേറ്റ സാഡിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രതികാരം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതാണ് ഈ താഴെയുള്ളവന്മാർക്ക് ഇങ്ങനെ പേടിച്ച് വാലാട്ടി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഒരു ഘട്ടത്തിൽ ബിനു പപ്പു ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ടെങ്കിലും പിന്നെയും വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിൽ ബിനു പപ്പു നിന്ന് പോകണതാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി ലാലേട്ടൻ ക്യാമറയിൽ ഒപ്പിയെടുത്തത് ഷാജി എന്തരടേ, ഓരോ ഫ്രെയിമും നമുക്കിങ്ങനെ ഫോട്ടോ എടുത്ത് വാൾപേപ്പർ ആക്കിയിട്ടാണ് ലാലേട്ടൻ ഫാൻസിന്. ആ രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ എന്നൊക്കെ സാധനം എത്ര എന്തൊക്കെ പറയണം. ആ പോലീസ് സ്റ്റേഷനിൽ ഗ്ലാസിൻ്റെ പൊട്ടിച്ചിട്ട് ചാടി വരുന്നത്, എത്ര വയസ്സുള്ള മനുഷ്യരുടെ ഇതൊക്കെ കാണിക്കുന്നത്, ചാടി വരുന്നത്, ലിവർ കടിച്ചു പിടിച്ച് മുണ്ട് കൊടുക്കുന്നത്, ഇങ്ങനെ പറയാൻ വന്നു കഴിഞ്ഞാൽ ഒട്ടേറെ ഷോട്ടുകൾ ബാക്ക് ടു ബാക്ക് വന്ന്. ഞാൻ ഈ തുടക്കത്തിൽ ഫസ്റ്റ് ടൈറ്റിലിൽ മറ്റേ ആനയും കാണിച്ചിട്ട് സൈഡിൽ മോഹൻലാലെന്ന് കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ആയിരുന്നു അവസാനത്തെ 1 മണിക്കൂറും ത്രൂ ഔട്ട് ഇങ്ങനെ വന്നുകൊണ്ടത്. ഇമോഷൻ ആണ്, ഫാമിലി ഇമോഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഇമോഷൻ കടന്ന ഒരു മാസം നമുക്കിങ്ങനെ അത് ലാലേട്ടനോട് കിട്ടുക എന്ന് പറയുന്നത് അത് ഒരു അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു സാധനമാണ്. അത് തിയേറ്ററിൽ, ഇത്രയും വലിയ തിയേറ്ററിൽ ഹാരിസ് പ്ലസ് ബോഡി വണ്ണിലെ ഒരു മോഹൻലാലിൻ്റെ ഇത്രയും ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഞാനിന്ന് ചെയ്തിട്ടില്ല. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറം ഒരു അനുഭൂതിയായിരുന്നടേ. ഈ ലാലേട്ടൻ ബാത്റൂമിൽ തെന്നി വീഴുന്ന സീനായിരിക്കണം ഇവർ കട്ട് ചെയ്ത് വെച്ചോണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് പറഞ്ഞാൽ വീഴ്ച ഒറിജിനലായിട്ട് വീണാണോ എന്നൊരു സംശയമുണ്ട്. രണ്ടാമത് കണ്ടപ്പോഴും അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിരുന്നു. ഇനി അത് അങ്ങേരുടെ അഭിനയം ആയിക്കൂടാന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ഓൾറെഡി അദ്ദേഹത്തിനപ്പുറമൊക്കെ ചെയ്ത് നമ്മൾ ഞെട്ടിച്ചിട്ടുള്ളതല്ലേ. ഈ സിനിമ ഇത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യണത് മോഹൻലാൽ ഫാൻസ് ഇത്രയേറെ ആഘോഷിക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്ക്രിപ്റ്റ്, ഒരു ഗംഭീര ഡയറക്ഷനിലുള്ള ഒരു സിനിമയിൽ ലാലേട്ടൻ വന്ന് അഭിനയിച്ച് പോയി എന്നതുകൊണ്ടല്ല, ലാലേട്ടൻ കാര്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ആക്ടറായാലും ഒരു നടൻ എന്ന നിലയ്ക്കും അതുപോലെ സ്റ്റാർ എന്ന നിലയ്ക്കും ഒരുപോലെ ഔട്ട്പുട്ട് ഡെലിവർ ചെയ്ത സിനിമയാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റും മേക്കിങ്ങും സിനിമാറ്റോഗ്രാഫിയും ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് മിക്സിങ്ങും ഡയറക്ഷനും എല്ലാം ഉണ്ട്. അതിനൊപ്പം ചേർന്നിരിക്കുന്ന ഒരു വലിയ ഫാക്ടറാണ് എൽ ഫാക്ടർ. അത് ഈ സിനിമയെ പകരം വയ്ക്കാത്ത ഒന്നായിട്ട് മാറും. മാസ്റ്റർ രുദ്രാക്ഷ്, അതായത് ലാലേട്ടൻ്റെ മകൻ്റെ തോമസ് മാത്യു അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലം കാണിച്ചില്ലേ, പട്ടിയെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുക്കൻ, ഡയലോഗൊന്നും ഇല്ലെങ്കിലും ആ പട്ടിയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഷോട്ട് അത് മനസ്സിൽ തറയ്ക്കൂടെ. അവൻ്റെ ആ നിഷ്കളങ്കതയും ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ ആ നിൽക്കുന്നത്, അവൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവൻ നല്ല ടാലൻ്റ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. ഇതിൻ്റെ പിന്നാമ്പുറ കഥ പുള്ളിയുടെ അച്ഛൻ രാകേഷ് എന്ന് പറയുന്ന വ്യക്തി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞതാണ് ഈ സിനിമയുടെ വൈൻഡപ്പ് ചെയ്യണതിന് മുമ്പത്തെ ലാസ്റ്റ് ഷോട്ട് ഇതായിരുന്നു. ഇതിൽ ഒരുപാട് പ്രാവശ്യം ഈ പട്ടി ഇവൻ അള്ളി, ഓരോ തവണയും ഇത് 8-9 പ്രാവശ്യം ടേക്ക് എടുത്ത സാധനമാണ്. ഈ പട്ടി അള്ളുമ്പോൾ ഈ സീൻ കട്ടാവും, വീണ്ടും പിടിച്ച് നിന്ന് മഴ അടഞ്ഞ് ഓരോ സീൻ കഴിയുന്നതോറും അരുൺമൂർത്തി ഓടിപ്പോയിട്ട് അയാളുടെ തുണി വെച്ചിട്ട് ഇവൻ്റെ തല തോർത്തി കൊടുക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പുള്ളിയുടെ അച്ഛൻ പറയുന്നതായിട്ട് ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. പുള്ളിയും ഇതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഒരു കല്യാണ വീട്ടിൽ പോകുമ്പം ഈ പോക്കറ്റിലാണ്ട് പൈസ വെച്ച് കൊടുക്കുമ്പോൾ വേണ്ടാന്നുകൊണ്ട് മാറ്റുന്ന ഒരു സീനുണ്ട്. പുള്ളിയുടെ മകനാണ് ഈ രുദ്രാക്ഷ്. അപ്പോൾ ഇതാണ്. ഇനി തരുണിനെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞാൽ പുള്ളിയാണടെ ലാലേട്ടൻ ഫാൻ. ഇവിടെയുള്ള ലാലേട്ടൻ എന്ന നടനെ നെഞ്ചിക്കൊന്ന് നടക്കുന്ന ഓരോരുത്തരുടെ ഒരു പ്രതിനിധിയാണ് പുള്ളി. കാരണം പുള്ളിക്കറിയാം ലാലേട്ടനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നും നമ്മൾ ആഗ്രഹിച്ചിരുന്ന ലാലേട്ടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയാൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്തരാ വരട്ടെ.